ക്ലാസ്സുകളിലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ സയൻസ് ജോഗ്രഫി വിഭാഗത്തിലെ 6ാമത്തെ അധ്യായം ആകാശ കണ്ണുകളും അറിവിൻ്റെ വിശകലനവും എന്ന പാഠഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിദൂര സംവേദന സാങ്കേതിക വിദ്യ എന്താണെന്നും അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചും വിവിധ മാർഗങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചുമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എന്താണ് സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്നും അതുപോലെ തന്നെ ഒരു ചിത്രത്തിൻ്റെ സ്പേഷ്യൽ റെസല്യൂഷൻ എന്താണെന്നും അതുപോലെ തന്നെ ഉപഗ്രഹ ചിത്രങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതുപോലെ തന്നെ വിദൂര സംവേദന സാങ്കേതിക വിദ്യയുടെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് തുടങ്ങിയിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് മറ്റൊരു വിദൂര സംവേദന വ്യവസ്ഥയെക്കുറിച്ചാണ്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഭൂവിവര വ്യവസ്ഥ വിദൂര സംവേദന മാർഗങ്ങളിലൂടെയും അല്ലാതെയും ലഭിക്കുന്ന വിവരങ്ങൾ വിശകലനം ചെയ്ത് ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ എന്നിവ തയ്യാറാക്കുന്നതിനും നമ്മുടെ അന്വേഷണങ്ങൾക്ക് ശാസ്ത്രീയമായ ഉത്തരങ്ങൾ കണ്ടെത്തുന്നതിനും ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ അധിഷ്ഠിത സാങ്കേതിക വിദ്യയാണ് ഭൂവിവര വ്യവസ്ഥ എന്നറിയപ്പെടുന്നത്. ഈ ഭൂവിവര വ്യവസ്ഥയ്ക്ക് വിവിധ ഘട്ടങ്ങളാണ് ഉള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പരിശോധിക്കാം. ഇതിലെ ആദ്യ ഘട്ടം സിഡികൾ, സ്കാനറുകൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് അടിസ്ഥാന വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് പ്രവേശിപ്പിക്കുന്നു. പിന്നീട് ശേഖരിക്കപ്പെട്ട വിവരങ്ങൾ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടുകൂടി വിഷയാധിഷ്ഠിത പാളികളാക്കി മാറ്റുന്നു. പിന്നീട് പാളികളെ പഠനത്തിനും വിശകലനത്തിനുമായി ഉപയോഗിക്കുന്നു. വിശകലനം ചെയ്ത വിവരങ്ങൾ ഭൂപടങ്ങളോ പട്ടികകളോ അതുപോലെ തന്നെ സംഖ്യകളോ ആക്കി മാറ്റുന്നതാണ് പിന്നീട് ചെയ്യുന്നത്. ഈ ഭൂവിവര വിനിമയ വ്യവസ്ഥയിൽ നമ്മൾ ഉപയോഗിക്കുന്ന 2 തരം വിവരങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുക. ഒന്ന് സ്ഥാനീയ വിവരങ്ങൾ, മറ്റൊന്ന് വിശേഷണങ്ങൾ എന്നും പറയും. എന്താണ് സ്ഥാനീയ വിവരങ്ങൾ? അതായത് ഭൗമോപരിതലത്തിലെ അക്ഷാംശ രേഖാംശ സ്ഥാനം, ഇതാണ് സ്ഥാനീയ വിവരങ്ങളിൽ ഉൾപ്പെടുന്നത്. രണ്ടാമത്തത് വിശേഷണങ്ങൾ. ഭൗമോപരിതലത്തിലെ സ്ഥാനീയ വിവരങ്ങളുടെ കൂടെ കൂട്ടിച്ചേർക്കാവുന്ന വിവരങ്ങളാണ് വിശേഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളിലൂടെയാണ് ഭൂവിവര വിശകലനത്തിന് ഉപയോഗിക്കുന്ന 2 തരം കാര്യങ്ങൾ. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് എന്താണ് പാളികൾ എന്നുള്ളതാണ്. പാളികൾ എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിവരണം നമുക്കൊന്ന് പരിശോധിക്കാം. ഇനി നമ്മൾ പറയുന്നത് ലെയേഴ്സ് അഥവാ പാളികളെ കുറിച്ചാണ്. നമുക്കറിയാം, ഒരു ധരാതലീയ ഭൂപടത്തിൽ, ഒരു ടോപ്പോഗ്രാഫിക് മാപ്പിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ സാധിക്കും. ഒരു ധരാതലീയ ഭൂപടത്തിൽ അഥവാ ടോപ്പോഗ്രാഫിക് മാപ്പിൽ എന്തൊക്കെ ഉണ്ടാവും? ആ പ്രദേശത്തുള്ള റോഡുകളെ കുറിച്ചുണ്ടാവും, ആ പ്രദേശത്തുള്ള അതുപോലെ ധരാതലീയ ഭൂപടത്തിൽ ബിൽഡിങ്ങുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ റോഡുകൾ ഉണ്ടാവും, അതുപോലെ ചെറിയ സ്ട്രീമുകൾ, നീർച്ചാലുകൾ ഉണ്ടാവും, ജലസംഭരണികൾ ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു ധരാതലീയ ഭൂപടത്തിൽ ഉണ്ടായിരിക്കും, ഒരു ടോപ്പോഗ്രാഫിക് ഷീറ്റിൽ മാപ്പിൽ ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള ഒരു ടോപ്പോഗ്രാഫിക് മാപ്പിൽ നിന്ന് ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ ഉദാഹരണമായി അതിൽ നിന്ന് നീർച്ചാൽ മാത്രം എടുത്തുകൊണ്ട് ഒരു ഭൂപടമാക്കുന്നു, അതുപോലെ തന്നെ അതിൽ നിന്ന് ജലസംഭരണി എടുത്തുകൊണ്ട് ഒരു ഭൂപടമാക്കുന്നു, അതിൽ നിന്ന് റോഡുകൾ എടുത്തുകൊണ്ട് മറ്റൊരു ഭൂപടമാക്കുന്നു. ഇങ്ങനെ ഓരോ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങൾ എടുത്തുകൊണ്ട് പ്രത്യേകം ഭൂപടങ്ങളാക്കുന്നതിനെയാണ്, പ്രത്യേകം തീമാറ്റിക് മാപ്പുകളാക്കുന്നതിനെയാണ് ലെയറുകൾ എന്ന് പറയുന്നത് അഥവാ പാളികൾ എന്ന് പറയുന്നത്. അതിൻ്റെ ചിത്രം നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. ഒരു ധരാതലീയ ഭൂപടത്തിൽ ഒരുപാട് വിഷയങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടാകും. ആ ഒരുപാട് വിഷയങ്ങൾ ഉൾപ്പെട്ട ധരാതലീയ ഭൂപടത്തിൽ നിന്ന് ഓരോ വിഷയങ്ങളെയും സെപ്പറേറ്റ് ഭൂപടങ്ങളാക്കി മാറ്റുന്ന റോഡുകൾ വേറെ, നദികൾ വേറെ, അരുവികൾ വേറെ, ബിൽഡിങ്ങുകൾ വേറെ, ജലസംഭരണികൾ വേറെ എന്നിങ്ങനെയുള്ള പ്രത്യേകം വിഷയവുമായി ബന്ധപ്പെട്ട തീമാറ്റിക് മാപ്സുകളാക്കി മാറ്റുന്നതിനെ പറയുന്ന പേരാണ് ലെയറുകൾ, ലെയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് പുതിയ ഒരു സാങ്കേതിക വിദ്യയെക്കുറിച്ചാണ്. ഭൂവിവര വ്യവസ്ഥയുടെ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്നും പിന്നീട് ആ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന, അതിൻ്റെ വിശകലനത്തിന് ഉപയോഗിക്കുന്ന 2 തരം മാർഗങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ പാളികൾ എന്താണെന്നുള്ളതിനെ കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. വീണ്ടും അടുത്ത പാഠഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.